സർ, ഇഷ മാഡത്തിനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. മാഡം മാപ്പ് ചോദിക്കാൻ തയ്യാറാണെന്ന്. ഗുലാബ് സിംഗിന് ആയുധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരിക്കലും തെറ്റുപറ്റാറില്ല. നീ എന്റെ വജ്രായുധമാണ് സൂരജ്. ആ വജ്രായുധം എന്റെ ജീവിതത്തിന് വെട്ടിത്തിളങ്ങുന്ന പ്രകാശം മാത്രമേ തരൂ. ഇതുപോലെ ഞാൻ സന്തോഷിച്ചിട്ട് ഒരുപാട് കാലമായി സൂരജ്. ചോദിച്ചോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. നീ ചോദിക്കുന്ന എന്തും കിട്ടും. ചോദിക്കേ. സാറിന്റെ അനുഗ്രഹം കൂടെ ഉള്ളപ്പോ എനിക്ക് പിന്നെ വേറെ എന്താ വേണ്ടേ? ഞാൻ അധികം വൈകാതെ തന്നെ ഇഷ മാഡത്തിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരാം. അയ്യോ, പക്ഷെ ഇന്ന് വേണ്ട, നാളെ പറഞ്ഞയച്ചാ മതി. കൊട്ടും മേളമൊക്കെ ഒരുക്കി പല്ലക്കിൽ മഹാറാണിയെ പോലെ വേണം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അങ്ങനെയുള്ള ലോകത്തിലെ ആദ്യത്തെ പെണ്ണായിരിക്കണം അവൾ. ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ആഘോഷത്തോടെ ഇറക്കിവിട്ട പെണ്ണ്. ആ, ഈ നഗരം മുഴുവനും ആ കാഴ്ച കാണണം. എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കണം. ഈ ഗുലാബ് സിംഗ് തനിക്കെതിരെ ഉയരുന്ന വിരലുകളെ എങ്ങനെ ഒടിച്ചു മടക്കി വലിച്ചെറിയുമെന്നുള്ള കാര്യം. പാവക്കുട്ടിയുടെ തിരിച്ചുവരവ് എന്റെ വിജയത്തിന്റെ പ്രതീകമാണ്. ആ ഇതാ മോളെ, ഈ കുഞ്ഞ് കൃഷ്ണന്റെ പ്രതിമയോടെ മോൾ എപ്പോഴും കയ്യിൽ സൂക്ഷിച്ചു. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിനക്ക് ഏത് രൂപത്തിലാണ് ഇവന്റെ സഹായം വേണ്ടത് ആ രൂപത്തിൽ നിന്റെ അടുത്തേക്ക് വരും. അതുകൊണ്ട് എപ്പോഴും കൂടെ തന്നെ വെച്ചോ. ഏത് പ്രതിസന്ധിയിലും നിനക്കൊരു ആശ്രയമാവും. നീ വിജയിക്കുകയും ചെയ്യും. നീ പോകുന്നോണ്ട് വിഷമമുണ്ട് മോളെ. അയ്യോ, മതി മതി മോളെ. ഞാനും അച്ഛനെ ഒരിക്കലും മറക്കില്ല. ഞാൻ അച്ഛനെ എപ്പോഴെങ്കിലും വിളിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? എപ്പോ വേണമെങ്കിലും ആവും. എപ്പോ തോന്നിയാലും അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഈശ്വരൻ നിനക്ക് എന്ന് സന്തോഷം മാത്രം തരട്ടെ. ഈ പല്ലക്കോ അലങ്കാരങ്ങളും ഇതെന്തിനാ മോനെ? ശ്രുതി, സന്തോഷിക്കേണ്ട സമയത്ത് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട അമ്മേ. മധുരം കഴിച്ചാ മതി. സന്തോഷോ? എന്ത് കാര്യത്തിന് സന്തോഷം അച്ഛാ? ഈഷ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സന്തോഷം. സത്യമാണോ അച്ഛാ? ഇഷ തിരിച്ചു വരികയാണോ? ചേട്ടത്തി, അതെ, ഇത് ശരിക്കും സന്തോഷിക്കേണ്ട കാര്യം തന്നെയാ. സന്തോഷിക്കേണ്ട കാര്യോ? രാമ 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 രാമ. അവളെന്റെ മോനെ വിഷമിപ്പിച്ചതിന് കയ്യും കണക്കുമില്ല. അങ്ങനെയുള്ളവൾ വരുന്നതിന് എന്ത് സന്തോഷം? അമ്മേ, അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അവൾ ഇപ്പൊ ചെന്നുപെട്ട ലോകം ജീവിക്കാനും മരിക്കാനും കൊള്ളാത്തതാണെന്നും അതുകൊണ്ടല്ലേ എന്നോട് മാപ്പ് ചോദിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നേ. അവളെ വിളിച്ചോണ്ട് വരാൻ വേണ്ടിയാ ഞാൻ ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവൾ ഈ നഗരത്തിന്റെ മുന്നിൽ തല കുനിച്ച് ഈ പല്ലക്കിലിരുന്നായിരിക്കും അവൾ ഇവിടെ വരുന്നത്. എന്നിട്ട് എന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് എന്നോട് മാപ്പ് ചോദിക്കും. എന്നിട്ട് ഈ ഗുലാബ് സിംഗ് എല്ലാവരുടെ മുമ്പിൽ മഹാപുരുഷനായി നിന്നുകൊണ്ട് അവൾക്ക് മാപ്പ് കൊടുത്തിട്ട് എന്റെ നെഞ്ചോട് ചേർക്കും. എന്നിട്ട് അതായിരിക്കും ഗുലാബ് സിംഗിന്റെ ഏറ്റവും വലിയ വിജയമാകാൻ പോകുന്നത്. ഈഷ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാ മതി. ശരി ശരി, നിങ്ങൾ പല്ലക്ക് കൊണ്ടുചെന്ന് വേഗം ഇഷയെ കൂട്ടിക്കൊണ്ടുവാ. ചെല്ല്. ഹോസ്പിറ്റലിലെ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി എപ്പോ വേണമെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോവാം. രക്ഷപ്പെട്ടു. ഹാവൂ എന്റെ ഭഗവാനെ, ഇന്നത്തെ കാലത്ത് നല്ല മരുമോളെയും നല്ല മരുമകനെയൊക്കെ കിട്ടുന്നത് വലിയ ഭാഗ്യം തന്നെയാ. ഇതിപ്പം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രണ്ടും നല്ലത് കിട്ടി. എന്നാലും ആ മോണിക്കയ്ക്ക് മാത്രം
കുറച്ചുകൂടെ വെളിവുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ആ, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ? അതാ ഈ മരുന്നുകളും കൂടെ വെച്ചോ. എന്നാ ഇറങ്ങും ചേട്ടത്തി. ആ, നമ്മുടെ സൂരജിന്റെ കല്യാണ വാർത്ത വന്നില്ലേ? ആ ദിവസം മുതൽ ഞാൻ പോകാൻ ഒരുങ്ങിയിരിക്കുവായിരുന്നു. ഓ, എന്റെ മരുമകളെ കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. ഇനി അവളല്ലേ എന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. എന്റെ കൈയും കാലും ഒക്കെ തിരുമ്മി തരാനും, ഞാൻ നടക്കുമ്പോ അത് പിടിക്കാനും, മഞ്ഞളിട്ട പാലും മരുന്നുകളൊക്കെ തരാനും, എന്റെ തലയിൽ എണ്ണ തേക്കാനും, എന്നെ ഒന്ന് കുളിപ്പിക്കാനും അവള് മാത്രം മതി എനിക്ക്. ഇനി അതല്ലേ വേണ്ടത്? ഒന്നുമില്ലെങ്കിലും നമ്മുടെ കുട്ടിയല്ലേ? ആ, നമ്മുടെ കുട്ടി. അല്ലാതെ പിന്നെ എന്താ? അവള് നമുക്ക് അറിയാവുന്ന കുട്ടി തന്നെയല്ലേ? ആ, ആ. അവളുടെ നാക്കിന് കുറച്ച് മൂർച്ചയുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ വളരെ നല്ല മനസ്സാ അവളുടേത്. കുഞ്ഞിലെ അറിയുന്നതല്ലേ. ഇനിയിപ്പൊ അവൾക്ക് എന്റെ സൂരജിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റൂ. അനിയെ നോക്കിക്കോ. ഈ കല്യാണം അവനെ കൊണ്ട് അവന്റെ പ്രതിജ്ഞ തെറ്റിച്ചില്ലേ? അതുകൊണ്ട് ഈ കല്യാണം തന്നെ ഒരിക്കൽ അവന്റെ തലയിലെഴുത്തായി മാറും. എങ്ങനെയാ ചേട്ടത്തിയോട് പറയുന്നേ? ഇവരിത്രയൊക്കെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന മരുമകള് ഇപ്പൊ വീട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പോയി എന്ന് പറയുമ്പോ ഭായ് നിക്കാൻ പറ. ഹലോ ഹലോ, എവിടെ ഇടിച്ചു കയറി പോകുന്നേ? നിക്ക്, അവിടെ നിക്ക്. അല്ല, റിയയുടെ കല്യാണമൊക്കെ വേണ്ടെന്ന് വെച്ചല്ലേ? പിന്നെ ഇപ്പൊ ഈ പല്ലക്കും ബഹളമൊക്കെ ഇപ്പൊ എന്തിനാ? ഏയ്, നിങ്ങൾ പോയി നിങ്ങളെ പണി നോക്ക്. ചെല്ലു ചെല്ലു പോ. വെറുതെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കാൻ. ഫൈനലി പിടിച്ച് കൂട്ടിലിട്ട പക്ഷി പറന്നു പോന്നു. ഇന്ന് ചേട്ടത്തി ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. എന്റെ സന്തോഷം നിന്നോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഈ തെരുവിലുള്ളവർക്കെല്ലാം എക്സ്ട്രാ പഞ്ചസാര നല്ല തേയിലപ്പൊടി ഇട്ട് ചായ കൊടുക്കാൻ തോന്നുന്നു. പക്ഷെ ഇവള് തന്നെ ഒടുക്കത്തെ ചെലവ് വരുത്തിയിരിക്കും. അത് ശരിയാ. അതുകൊണ്ട് തന്നെ 1 രൂപ പോലും ചെലവാക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ ഇവളുണ്ടാക്കിയ ചെലവൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചു പിടിക്കുമെന്നാ ഞാൻ ചിന്തിക്കുന്നല്ലോ. ചേട്ടത്തി എന്തായാലും അവരുടെ വീട്ടിലേക്ക് പോവാം. ഇനിയിപ്പോ ആ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ ജോലിക്ക് പോകും? ഞാൻ അവിടെ പോകുന്ന കാര്യം അവരിവിടെ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ അച്ഛനും വല്യമ്മയൊക്കെ എന്നെ കൊന്നാളെ. ആരോഗ്യം നോക്കണേ ഏട്ടത്തി. പിന്നെ സമയത്ത് ഓയിൻമെന്റ് പുരട്ടാൻ മറക്കല്ലേ. നീ ഈശ ഇവിടുന്ന് സ്ഥലം വിടും. ജാനകിയമ്മായി തിരിച്ചു വരും. അതോടെ സൂരജ് എന്നേക്ക് എന്റേതാവും. कहीं से मैं तेरी तरह मिलके भी दोनों हैं अजनबी. कैसी है ये दास्तां, ये दास्तां. तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ. താങ്ക് യു ആൻഡ് സോറി. താങ്ക് യു പറഞ്ഞ നീ എടുത്ത തീരുമാനത്തിനോടാണ്. പിന്നെ സോറി പറഞ്ഞത് നിങ്ങളുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം എനിക്ക് നിന്നോട് സോറി പറയാനുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് പോകുന്നത് കൊണ്ട് നിന്റെ പ്രശ്നങ്ങളൊന്നും കുറയാൻ പോകുന്നില്ല, മറിച്ച് കൂടുകയുള്ളൂ. കൊണ്ടുവിടാൻ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ സ്വയം അങ്ങോട്ട് ചെല്ലണമെന്നാണ് സാർ ആഗ്രഹിക്കുന്നത്. किसी ने न जाना अलग है मिजाज एक दूजे
सब पर चल रहा कारवां, ये कारवां। तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ। സൂരജേട്ടാ രക്ഷപ്പെട്ടു അല്ലേ? ആള് പോയി കിട്ടിയല്ലോ. ശരിക്കും കാന്തത്തിലൊട്ടിയതുപോലെ ആയിരുന്നു അല്ലേ? അല്ല സോറി.